വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായി. ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രകടനത്തിന് ഷംല ഹംസ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. മികച്ച ചിത്രം ഉൾപ്പെടെ 10 പുരസ്കാരങ്ങളുമായി മഞ്ഞുമൽ ബോയ്സ് തിളങ്ങി. ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം. കിട്ടാത്തവർക്ക് അടുത്ത വർഷം കിട്ടട്ടെ എന്ന് മമ്മൂട്ടി പറഞ്ഞു. പ്രതീക്ഷിച്ചത് മികച്ച നടനുള്ള പുരസ്കാരമെന്നും മമ്മൂട്ടിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നുമായിരുന്നു പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ ആസിഫ് അലിയുടെ പ്രതികരണം. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ആസിഫിനും ടൊവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, ഇവിടെ സിദ്ധാർത്ഥ് ഭരതൻ, സൗബിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരത് ടീമിന് അഭിനന്ദനങ്ങൾ. മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം. പുരസ്കാര നിറവിന്റെ സന്തോഷം പങ്കുവെക്കുന്നതിനൊപ്പം ഇത്തവണ കിട്ടാത്തവർക്ക് അടുത്ത തവണ കിട്ടട്ടെയെന്നും മമ്മൂട്ടിയുടെ ആശംസ. താനും പുതിയ തലമുറയാണെന്നും മമ്മൂട്ടി. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. തുടക്കക്കാരി എന്ന നിലയിൽ അവാർഡ് പ്രചോദനമെന്ന മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഷംല ഹംസ 24നോട്. അവാർഡിന്റെ റിസൾട്ട് വന്നപ്പം ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ആൻഡ് ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സിനിമയ്ക്കും ഞങ്ങളെ ക്രൂവിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അവാർഡാണ്. അംഗീകാരങ്ങളെല്ലാം റിയൽ മഞ്ഞുമൽ ബോയ്സിന് കൂടി സമർപ്പിക്കുന്നെന്ന മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയ സൗബിൻ ഷാഹിർ. വളരെയധികം സന്തോഷം. കാരണം ഇത്രയധികം അവാർഡ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മളൊരു ടീം വർക്കിനെ എല്ലാ രീതിയിലും അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷം. ആഗ്രഹിച്ചത് മികച്ച നടനുള്ള പുരസ്കാരമെന്നും ഇനിയും ശ്രമിക്കാനുള്ള പ്രചോദനമെന്നും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ ആസിഫ് അലി. സന്തോഷം തന്നെയാണ്. അങ്ങനെ എന്താ എടുത്ത് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. കാര്യം കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു നിന്നത്. ഇതിങ്ങനെ 3 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഫൈനൽ ലിസ്റ്റിൽ മമ്മൂക്കയുടെ കൂടെ പേര് കണ്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാര്യം ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും പീക്കാണ് ആ കണ്ട നോമിനേഷൻ തന്നെ. വളരെ സന്തോഷമെന്നും എല്ലാം ഒരു ബോണസാണെന്നും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹയായ ജ്യോതിർമയി. സന്തോഷം എല്ലാം എനിക്കൊരു ബോണസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ്, ഒരു വലിയൊരു അംഗീകാരമാണ്. അവാർഡ് അച്ഛന് സമർപ്പിക്കുന്നുവെന്ന് ഗായകനായ KS ഹരിശങ്കർ. വളരെ സന്തോഷം എനിക്കത് പാടാൻ സാധിച്ചതിൽ. കിളിയെ എന്ന് പറഞ്ഞ പാട്ട്, അതുപോലെ ഇതിൽ ഈ പാട്ടിൽ വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യൻസും, പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഗുരുക്കന്മാർ, പിന്നെ ഈ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നതിൻ്റെ ആയിട്ടുള്ളൊരു ടെൻഷനും എല്ലാം ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഒരിക്കലും. പാട്ടുപാടി സന്തോഷം പങ്കുവച്ച് ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയ റാപ്പർ വേടൻ. ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല, സന്തോഷത്തിലാണ്. കാണ്ട മൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. ശബരിമല കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വിശ്വാസവഞ്ചനയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. പോറ്റിക്കെതിരെ തെളിവ് ലഭിച്ചതായി SIT കോടതിയിൽ പറഞ്ഞു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? സുജിത്ത്. റീജിത്ത്, സ്വർണ്ണപ്പാളി ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട അതിലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട SIT കസ്റ്റഡിയിൽ വാങ്ങിയത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസവഞ്ചന കാട്ടിയതായി റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൂടാതെ തന്നെ പോറ്റിക്കെതിരെ തെളിവ് ലഭിച്ചതായും SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സാക്ഷിമൊഴികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷിമൊഴികളും ഉണ്ട് എന്നാണ് പറയുന്നത്. കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായി അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് നൽകിയിട്ടുള്ളത്. 10-ാം തീയതി വൈകുന്നേരമാകും കസ്റ്റഡി കാലാവധി പൂർത്തിയാവുക. 10-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടിയാകും കസ്റ്റഡി കാലാവധി പൂർത്തിയാവുക. അതേസമയം കേസുമായി ബന്ധപ്പെട്ട കേസിലെ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ എത്തിയിരുന്നു. പക്ഷേ ഈ വരുന്ന 6-ാം തീയതി, അതായത് വ്യാഴാഴ്ചയാകും ഈ കേസ് പരിഗണിക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതരെയൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ SIT വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീജിത്ത്. ശരി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.
വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിനുള്ളിൽ നിന്ന് തള്ളിയിട്ടത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആർ. വാതിലിന് മുന്നിൽ നിന്നും വഴിമാറി നൽകാത്തതാണ് പ്രകോപനമായതെന്ന് എഫ്ഐആറിൽ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് കിട്ടി. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമെന്നും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. മകൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പാലോട് സ്വദേശിയായ 19-കാരിക്കുണ്ടായ അപകടത്തിൽ ഗുരുതര പരാമർശങ്ങളാണ് എഫ്ഐആറിലുള്ളത്. വെള്ളറട സ്വദേശി സുരേഷ് കുമാർ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത്. നടുവിന് ചവിട്ടി പുറത്തേക്കിട്ട ശേഷം സഹയാത്രികയെയും തള്ളിയിടാൻ ശ്രമിച്ചു. കുറ്റസമ്മതം നടത്തിയ ഇയാളെ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗുരുതര പരിക്കേറ്റ പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ തൃപ്തിയില്ലെന്നും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നും പെൺകുട്ടിയുടെ മാതാവിന്റെ പ്രതികരണം. 1 മണിക്ക് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. MRI സ്കാൻ ചെയ്യാൻ പോലും അതിനുശേഷം എല്ലാവരെയും കൂടെ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടേ? പെൺകുട്ടി നിലവിൽ അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല. തലച്ചോറിന് 1-ൽ കൂടുതൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലാണ് ചികിത്സ. 48 മണിക്കൂറിന് ശേഷം മാത്രമേ അപകടനില തരണം ചെയ്തെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂവെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയുടെ വൈദ്യപരിശോധന അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ MP. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയെന്നും കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്നും ശശി തരൂർ മംഗളം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കോൺഗ്രസിൽ കുടുംബവാഴ്ചയെന്ന BJP വിമർശനത്തെ ന്യായീകരിക്കുന്നതാണ് ശശി തരൂരിന്റെ ലേഖനം. കോൺഗ്രസിനെതിരെ BJP ഉന്നയിക്കുന്ന ആരോപണം അതേപടി പകർത്തിയാണ് ശശി തരൂരിന്റെ വിമർശനം. ലേഖനത്തിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും സോണിയയെയും പരോക്ഷമായി തരൂർ വിമർശിക്കുന്നു. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല. ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും. സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുന്നു. ആഭ്യന്തരമായ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വേണമെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തിരഞ്ഞെടുക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും പാർട്ടി ദേശീയ നേതൃത്വം തനിക്കെതിരെ രംഗത്തെത്തിയതും തരൂർ തന്റെ വാക്കുകളിൽ പരോക്ഷമായി അടിവരയിടുന്നുണ്ട്. കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്ന ആവശ്യമാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന തരൂർ ഇതാദ്യമായിട്ടല്ല വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. തൽക്കാലം തരൂരിന്റെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ നിലപാട്. 24 തിരുവനന്തപുരം. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുപ്പിച്ച് ദേശീയ നേതാക്കൾ. NDA വികസനവും കോൺഗ്രസ് വിനാശവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ ബീഹാറിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് മോദി പറയണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധി കുളത്തിലിറങ്ങിയ സംഭവം രാഷ്ട്രീയ വിവാദമായി. നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ്, പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഇന്നും താരപ്രചാരകരുടെ നീണ്ട നിരയാണ് സംസ്ഥാനത്ത്. ലാലു പ്രസാദ് യാദവിനെ പ്രചാരണത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാത്തതിനെ മോദി പരിഹസിച്ചു. സ്വന്തം പിതാവിന്റെ പേര് ഉപയോഗിച്ചാൽ RJD നേതാവ് തേജസ്വി യാദവിനെതിരെ ജനം തിരിയുമെന്നും മോദി പറഞ്ഞു. മഹാസഖ്യത്തിലുള്ളത് 3 കുരങ്ങുകളാണെന്ന് യോഗി ആദിത്യനാഥ് പരിഹസിച്ചു. ഗാന്ധിജിക്ക് 3 ബന്ദറോं के बारे में सुना होगा, लेकिन आज इंडी गठबंधन के 3 और बंदर आ गए. ये 3 बंदर पप्पू, टप्पू और अप्पू के नाम पर. ആളുകളെ അപമാനിക്കാനായി പ്രത്യേക വകുപ്പ് തന്നെ കേന്ദ്ര സർക്കാരിന് രൂപീകരിക്കാമെന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനിടെ വിമർശിച്ചത്. ചോദ്യം ചെയ്യുന്നവരെ ഇല്ലാതാക്കുന്ന രീതി ബ്രിട്ടീഷ് രാജിന് തുല്യമെന്നും പ്രിയങ്ക വിമർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബെഗുസരായിയിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം രാഹുൽ ഗാന്ധി കുളത്തിലിറങ്ങിയത്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും താൻ അവരോടൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്താനുമാണ് കുളത്തിലിറങ്ങിയതെന്ന് രാഹുൽ വിശദീകരിക്കുന്നു. എന്നാൽ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന വിമർശനമാണ് BJP ഉയർത്തുന്നത്. ബീഹാറിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥിനെതിരെ VV രാജേഷിനെ മത്സരിപ്പിക്കാൻ BJP നീക്കം. BJPയുടെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റ് പ്രഖ്യാപനം വിസ്മയിപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് CPIM. KS ശബരിനാഥിനെതിരെ മുൻ ജില്ലാ അധ്യക്ഷനായ VV രാജേഷിനെ കവടിയാറിൽ കളത്തിലിറക്കാനാണ് BJP ആലോചന.
BJPയുടെ വാർഡു തലങ്ങളിൽ നിന്നുള്ള 3-അംഗ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ നേതൃത്വത്തിന് കൈമാറി. സംസ്ഥാന അധ്യക്ഷന്റെ അംഗീകാരത്തോടെ 5-നോ 6-നോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ബുധനാഴ്ച മുതൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന പദയാത്രകൾ ആരംഭിക്കും. അതിനിടെ നേതാക്കൾ തമ്മിൽ വാക്പോരും ആരംഭിച്ചു. ശബരിനാഥനല്ല VD സതീശൻ വന്നാലും തിരുവനന്തപുരം നഗരഭരണം പിടിക്കാനാവില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. ശബരിനാഥ് അല്ല, ഇനി രമേശ് ചെന്നിത്തലയോ VD സതീശൻ മത്സരിച്ചാലും തലസ്ഥാന നഗരം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. AIYFന്റെ തെറികേട്ട് ശിവൻകുട്ടിയുടെ ബോധം പോയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. നഗരത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് UDF ലക്ഷ്യമെന്ന് KS ശബരിനാഥൻ പറഞ്ഞു. നഗരത്തിൽ കോൺഗ്രസ് വെല്ലുവിളിയേ അല്ലെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ. മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ടല്ലോ, പ്രഖ്യാപിച്ചോട്ടെ. അങ്ങനെയൊന്നും വലിയ ഗൗരവമായി കാണുന്നില്ല. തിരുവനന്തപുരം നഗരത്തിലെ തെരഞ്ഞെടുപ്പിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്, മത്സരം എന്ന് പറയുന്നത് LDFും NDAയും തമ്മിലായിരിക്കും. അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ LDFും നീക്കം തുടങ്ങി. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥിയായി SP ദീപകിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. 24 തിരുവനന്തപുരം. വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെ കോഴിക്കോട് കൊടുവള്ളി നഗരസഭാ സെക്രട്ടറി അനധികൃത അവധിയിൽ പ്രവേശിച്ചതിൽ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷിനെതിരെ നഗരസഭാ ചെയർമാൻ. സെക്രട്ടറി ഇല്ലാത്ത പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി വകുപ്പിലും കളക്ടർക്കും പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്ന് ചെയർമാൻ വെള്ളറ അബ്ദു 24-നോട് പറഞ്ഞു. അതിനിടെ നഗരസഭാ സെക്രട്ടറിയെ പിന്തുണച്ച് CPIM രംഗത്തെത്തി. വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെ നഗരസഭാ സെക്രട്ടറിയെ കാണാനില്ലെന്നായിരുന്നു പരാതി. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ മനോജിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം സ്ഥലം മാറ്റിയിരുന്നു. നടപടി രേഖാമൂലം ലഭിച്ചില്ലെന്നും നഗരസഭാ പ്രവർത്തനങ്ങൾ താളം തെറ്റിയെന്നും ചെയർമാൻ വെള്ളറ അബ്ദു 24-നോട്. അദ്ദേഹം എവിടെയാണെന്ന് ചെയർമാൻ അറിയില്ല എന്ന് മാത്രമല്ല, നഗരസഭ ഭരണരംഗത്ത് ഭയങ്കര പ്രതിസന്ധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, കറണ്ട് ബില്ല് മാറിയിട്ടില്ല, ഇവിടെ അത്യാവശ്യം കൊടുക്കേണ്ട ബില്ലുകൾ മാറാൻ കഴിയുന്നില്ല. UDF ഭീഷണി മൂലമാണ് സെക്രട്ടറിക്ക് നഗരസഭയിലെത്താൻ കഴിയാത്തതെന്ന് CPM താമരശ്ശേരി ഏരിയ സെക്രട്ടറി ബാബു K 24-നോട്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നും പ്രശ്നപരിഹാരത്തിനായി പുതിയ സെക്രട്ടറിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ. ഇപ്പോൾ ഉള്ള പോയിന്റാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ കംപ്ലയിൻസിൻ്റെ ഇൻഡിവിജ്വൽ ഓർഡേഴ്സ് എനിക്ക് ആവശ്യമുണ്ട്. അതിൽ പാർട്ടായിട്ട് സെക്രട്ടറി ഇപ്പോൾ അവിടെ ഇതുവരെ ഈ ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ടില്ല, എൻക്വയറി ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ SEC സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായിട്ട് റെക്കമെൻഡ് ചെയ്തു. അത് ഒരു പുതിയ ആൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിയമിക്കണം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രദേശവാസികളും UDFും നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. മന്ത്രി MB രാജേഷിനെതിരെയും പ്രതിഷേധമുണ്ട്. 37 വാർഡുകളിലെ വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിലില്ല എന്നതായിരുന്നു നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത്. 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാൻ വീണ്ടും അവസരം. നാളെയും മറ്റന്നാളും വോട്ട് ചേർക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. റിജിത്ത്, നാളെയും മറ്റന്നാളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുള്ള അവസരം നൽകിക്കൊണ്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത്. നാളെയും മറ്റന്നാളും നേരത്തെ വോട്ട് ചേർക്കാൻ കഴിയാതെ പോയ ആളുകൾക്ക് വോട്ട് ചേർക്കാം. ഒപ്പം തന്നെ പ്രവാസി വോട്ടർമാർക്കും ചേർക്കാം. അനർഹരായവരെയും മറ്റും ഒഴിവാക്കാനുള്ള നടപടികളും ഈ ദിവസങ്ങൾ സ്വീകരിക്കാൻ അനുവാദമുണ്ടാകുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രണ്ടാമത് അവസരം നൽകിയ ശേഷം ഒക്ടോബർ 25-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ വീണ്ടും ഒരു തവണ കൂടി ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിലെ 4ാം പ്രതിയാണവർ. അതിൻ്റെ ഒരു അപ്ഡേഷൻ കൂടി വരുന്ന ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. സെഷൻസ് കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസാധാരണമായ സാഹചര്യത്തിൽ മാത്രമേ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കൂ എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. രഹസ്യമായി ആണവ പരീക്ഷണം നടത്തുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാനുമുണ്ടെന്ന വെളിപ്പെടുത്തലുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റ് രാജ്യങ്ങൾ സജീവമായതിനാൽ അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു. CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശം. റഷ്യ, ചൈന, ഉത്തര കൊറിയ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തുന്നുണ്ടെന്നാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ഇത് ചെയ്യാത്ത ഒരേയൊരു രാജ്യം അമേരിക്കയാണ്. ആണവ പരീക്ഷണം നടത്തുന്നതിനെക്കുറിച്ച് റഷ്യയും ചൈനയും സംസാരിക്കുന്നില്ല. മറ്റു രാജ്യങ്ങൾ സജീവമായതിനാൽ അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കണം.
ലോകത്തെ 150 തവണ തകർക്കാൻ മതിയായ ആണവായുധങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ആരൊക്കെ പരീക്ഷണം നടത്തുന്നുണ്ടെന്ന് അറിയണമെന്നില്ല. അമേരിക്ക തുറന്ന സമൂഹമായതുകൊണ്ടാണ് ആണവ പരീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. CBS ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ട്രംപിന്റെ വാക്കുകൾ. ചൈനയുമായും റഷ്യയുമായുള്ള ആണവ നിരായുധീകരണ ചർച്ചകളെക്കുറിച്ചും ട്രംപ് പറഞ്ഞു. ആണവ പരീക്ഷണങ്ങൾ നടത്താത്ത ഒരേയൊരു രാജ്യമാകാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭൂചലനം. 20 പേർ മരിച്ചതായി അഫ്ഗാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 400-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ വിവിധ പ്രവിശ്യകളിൽ വൻ നാശനഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. ബാൽക്ക്, സമാംഗൻ, ബഗ്ലാൻ പ്രദേശങ്ങളിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. വീടുകളും ബഹുനില കെട്ടിടങ്ങളും റോഡുകളും തകർന്നു. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 5 ലക്ഷത്തിലേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മസാറി ഷെരീഫിന് സമീപം 28 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവസ്ഥാനം. വിവിധ പ്രദേശങ്ങളിൽ തുടർചലനങ്ങൾ അനുഭവപ്പെട്ടതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കനത്ത നാശനഷ്ടത്തിനും വ്യാപക ദുരന്തത്തിനും സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ ഏജൻസി. തജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും തുർക്ക്മെനിസ്ഥാനിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അഫ്ഗാന്റെ കിഴക്കൻ പ്രദേശത്തുണ്ടായ ഭൂകമ്പത്തിൽ 2000-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.